ചക്കയോടുള്ള കൊതി കൊണ്ടല്ലായിരുന്നു അവൻ മനുഷ്യരുടെ അടുത്തേക്ക് എത്തിയത്. അവന്റെ ദയനീയ അവസ്ഥയായിരുന്നു അവനെ മനുഷ്യരുടെ അടുത്തേക്ക് എത്തിച്ചത്. പക്ഷേ ആ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കുവാൻ മനുഷ്യന് സാധിച്ചില്ല. താൽക്കാലികമായി നൽകിയ ചികിത്സ അവന്റെ ജീവൻ പിടിച്ചു നിർത്താൻ പോകുന്നതല്ലായിരുന്നു. ഒടുവിലവൻ ആരുടെയും ദയയ്ക്ക് കാത്തു നിൽക്കാതെ എന്നേക്കുമായി മടങ്ങി. കോതമംഗലത്ത് വനംവകുപ്പ് ചികിത്സ നൽകി കാട്ടിൽ തിരിച്ചുവിട്ട കാട്ടാന ചെരിഞ്ഞത് 2 ദിവസം മുൻപാണ്. കാട്ടാന ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങി ചക്ക ഉൾപ്പെടെയുള്ള കൃഷിവിളകൾ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ആനയെ പിടികൂടാൻ വനം മന്ത്രി ഉത്തരവ് നൽകുന്നത്. എന്നാൽ ആനയുടെ അവസ്ഥ വളരെ മോശമാണെന്ന് ആനയെ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലാക്കിയ വനം വകുപ്പ് ആനയെ മയക്കുവെടിവെച്ച് വായിലെ മുറിവിന് മരുന്ന് വെച്ച് കഴുത്തിൽ കോളർ ബെൽറ്റ് ധരിപ്പിച്ച് തിരികെ ആനയെ കാട്ടിൽ വിട്ടു. 2 ദിവസം ആനയെ നിരീക്ഷിച്ച ശേഷം കോടനാട് ആനക്കൂട്ടിലേക്ക് മാറ്റാമെന്നതായിരുന്നു തീരുമാനം. എന്നാൽ 1 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആന ചെരിയുകയാണുണ്ടായത്. ആനയുടെ വായിലുണ്ടായ ഗുരുതരമായ മുറിവിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആനയ്ക്ക് കട്ടിയുള്ള ഭക്ഷണം കഴിക്കുവാൻ സാധിക്കാതെ വരികയായിരുന്നു. അതുകൊണ്ടാണ് ആന ജനവാസ മേഖലയിലെത്തി ചക്ക ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചത്. ഈ ആനയുടെ കാര്യത്തിൽ കേരള വനംവകുപ്പിനെ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഇതിനു മുൻപും ആതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ കാര്യത്തിലും നിങ്ങൾ കാണിച്ച താമസമാണ് ആന ചെരിയുവാൻ കാരണമായത്. ഗുരുതരമായി പരിക്കുള്ള കാട്ടാനകളെ ചികിത്സിച്ച് ഭേദമാക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അതിന് നിങ്ങൾ ശ്രമിക്കാതെ വരുത്തുന്ന കാലതാമസമാണ് പ്രശ്നമാകുന്നത്. ഒരുപക്ഷെ ഗുരുതരമായ പരിക്കുള്ള ഒരു ആനയെ ഏറ്റെടുത്ത് ചികിത്സ നടത്തിയാലും രക്ഷപ്പെടില്ല എന്ന നിങ്ങളുടെ ചിന്തയും കേരളത്തിലെ മൃഗങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത മൃഗസ്നേഹികൾ എന്ന വർഗത്തിന്റെ പരാതിയും ഭയന്നായിരിക്കണം ഒരുപക്ഷെ ഇതുപോലെയുള്ള ആനകളെ ഏറ്റെടുക്കാൻ നിങ്ങൾ വിസമ്മതിക്കുന്നത്.